കണ്ണുകൾ കണ്ടിട്ടില്ലാത്തത്, കാതുകൾ കേട്ടിട്ടില്ലാത്തത്, മനുഷ്യ മനസ്സുകൾ ഭാവിച്ചിട്ടില്ലാത്തത്, ഭാവനയിൽ കൊണ്ടുവന്നിട്ടില്ലാത്ത അത്രമാത്രം അനുഗ്രഹങ്ങളുടെ, അനുഭൂതികളുടെ അനുഗ്രഹ ലോകം, ആ സ്വർഗത്തിലേക്കാണ് ഇവർ ക്ഷണിക്കപ്പെടുന്നത്, അവർ നയിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗാർഹരോടുള്ള സംസാരം ഇന്നലക്കും ഫീഹ അൻ തസിഹു ഫലാ തസ്ഖമു അബദ എന്നാണ്. എന്നും ആരോഗ്യാവസ്ഥയിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കഴിയാം, ഒരിക്കലും നിങ്ങൾക്ക് രോഗമോ ദീനമോ വരില്ല എന്നാണ്. ഇങ്ങനെയാണ് സ്വർഗത്തിലേക്ക് സ്വർഗാർഹരെ പാർപ്പിക്കുക എന്നുള്ളതാണ്. ഇന്നലക്കും അൻ തസിഹു ഫീഹ ഫലാ തസ്ഖമു അബദ, ഒരിക്കലും രോഗമല്ല, എന്നും ആരോഗ്യാവസ്ഥയിൽ. ഇന്നലക്കും ഫീഹ അൻ തഹ്യു ഫലാ തമൂതു അബദ എന്നാണ്. നിങ്ങൾക്ക് നിത്യവാസമാണ്, ശാശ്വത ജീവിതമാണ്, ഒരിക്കലും മരണമില്ലാത്ത ജീവിതം. ഇങ്ങനെ പറഞ്ഞാണ് സ്വർഗത്തിലേക്ക് പാർപ്പിക്കുക എന്നാണ്. വ ഇന്നലക്കും അൻ തൻഅമു ഫീഹ ഫലാ തബ്അസു അബദ എന്നാണ്. നിങ്ങൾക്ക് നിത്യസുഖമാണ്, നിത്യാനുഗ്രഹമാണ്, ഒരിക്കലും ക്ലേശത്തിന്റെ, കഷ്ടതയുടെ ഒരവസ്ഥ ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞാണ് അവരെ സ്വർഗത്തിൽ പാർപ്പിക്കുക എന്നുള്ളതാണ്. വ ഇന്നലക്കും അൻ തശിബ്ബു ഫീഹ ഫലാ തഹ്റമു അബദ എന്നാണ്. എന്നും യൗവനം, ഈ 33ന്റെ നിറവിൽ, തികവിൽ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 33ന്റെ മികവിൽ, നിറവിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ എന്നും എന്നും പാർക്കാം. നിങ്ങൾക്കൊരിക്കലും വാർദ്ധക്യമില്ല, വയസ്സ് പൂണ്ട് ദുർബലതയുടെ, ബലക്ഷയത്തിന്റെ ഒരവസ്ഥ അല്ല. ഇങ്ങനെ പറഞ്ഞാണ് സ്വർഗത്തിലേക്ക് പാർപ്പിക്കുക, സ്വർഗം സമ്മാനിക്കുക എന്നാണ് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക.